കലാമി കറക്റ്റ് ബീജിയം കളിയാ. പെട്ടെന്ന് ഡോമാരൊന്ന് വരണം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാനായിട്ട് ഉണ്ടാക്കിയ ചീത്തപ്പേര് ഞാനായിട്ട് തീർക്കാൻ പോവാ. വരുന്നില്ലേ? ഇപ്പോഴാണ് ഇത് കറക്റ്റായത്. ഹലോ വരുന്നില്ലേ? അണ്ണാ വിഷമിക്കല്ലേടാ അളിയാ. ഹലോ എനിക്ക് ഇവനിങ്ങനെ കണ്ണാപ്പി ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ കാണുന്നത്. കണ്ണാപ്പിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ പെമ്പിള്ളേരല്ലേ ഇങ്ങനെയാ? പെമ്പിള്ളേരൊന്നും നമ്പരുത്. ഇതുകൊണ്ടാ എടാ എടാ ജൂടെ എന്നൊന്ന് പുറത്തിറക്കി, ഞാൻ ഇറങ്ങിക്കറാം. എന്നാ ലോളാവായിരിക്കും. എങ്ങോട്ട് പോന്നടാ? ഇറങ്ങിക്കറ നീ കണ്ടോടും. കൂടെ വോൾട്ടറുണ്ടോ? നീ എവിടെ പോണേ? അണ്ണാ അളി എന്തിനാളി നീ ഇങ്ങനെ വിഷമിക്കുന്നേ? കണ്ണാപ്പി ഹലോ. അയ്യോ അയ്യോ കണ്ണാപ്പി എന്റെ പൊന്നെ, ഞാനിതൊന്ന് കണ്ടോ. ഞങ്ങളൊക്കെ എങ്ങനെ അയ്യോ ഇനി എന്നാ പറ്റാനാണോ? അയ്യോ കണ്ണാപ്പി കണ്ണാപ്പി ഒന്ന് വിടോ, കണ്ണാപ്പി ഒന്ന് വിടോ, ഞാൻ ഈ വരുന്ന പയ്യനോട് അങ്ങ് പോകാൻ പറഞ്ഞേ. കണ്ണാപ്പി ഇതൊരു ഫേക്ക് മാരേജ് ആണെന്നാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോ അറിഞ്ഞത്. ഇത് ഫേക്കാണോ അവളുടെ ഫ്രണ്ട് വെച്ച് സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കംപ്ലൈന്റ് സാറേ ഒരു കംപ്ലൈന്റ് വേണ്ട സാറേ, അവളുടെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറിന്? എന്നിട്ട് നിനക്ക് അതിന്റെ പേര് വള്ളി പിടിക്കാല്ലേ? ഇല്ല അല്ല സാറേ, പിന്നെ എന്തോ അത്രയും ഗതിയോട്ടിരിക്കണോ സാറേ? ഞാൻ വള്ളി പിടിക്കണ പീഡിയട്ടാ സാറേ. ഒന്നുമില്ല, ഞാൻ അവിടെ ചെന്ന് 2 മാസത്തിലും വെള്ളം അടിച്ചോണ്ട് 2 മാസത്തിലും ഇറക്കും. ആ ഗ്യാപ്പിൽ സാറിനെ അറസ്റ്റ് ചെയ്തോണ്ട് കൊണ്ടുപോകണം. ഒന്നും ചെയ്യണ്ട, മറ്റേ കല്യാണ സമയത്തെ മറ്റേ പുള്ളിക്കാരനെ ഒന്നാ മതി, ഞാൻ അറസ്റ്റ് ചെയ്തോളാം. നീ അത് പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് നീ അത് പറഞ്ഞു കൊടുക്കേട്ടാ. അവന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അപ്പു. അപ്പു കിഴങ്ങനോ? എന്തോ അപ്പു കേക്ക്. അപ്പു കേക്ക്. ഐഡിയ എങ്ങനെയുണ്ട്? ഞാൻ സ്റ്റേജിൽ കിടന്ന് അല്ല സാറേ, ആ കേസ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണോ സാറേ? അത് മോശമല്ലേ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്താൽ പോരെ സാറേ? കല്യാണം കൂടാ, ഞങ്ങളുടെ സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ കല്യാണത്തിന് അല്ലെ എന്നെ കൈ പിടിച്ചു കൊടുക്കേണ്ട കൈ പിടിച്ചു കൊടുക്കുന്ന ഡാഡിയാണ് സാർ. എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. പ്ലീസ് അവൻ എന്റെ കല്യാണം കാണണം. എന്നിട്ടാണ് അവനെ മറ്റേ വെച്ചോ സാറേ, വെച്ചോ സാറേ. എനിക്കൊരു കാര്യം പറയട്ടെ സാർ, ഇങ്ങ് വന്നേ. എനിക്കൊരു കാര്യം പറയട്ടെ. കുട്ടിയായ മോനെ ഷിജുച്ചിയാണോടാ? ഷിജുച്ചിയാണോ ഇത്? സുഖാണോടാ?
സുഖ ആ മാമൻ വിഷമിക്കണ്ട. നീ കൊണ്ട് നീ എന്ത് വിഷമിക്കേ? മാമൻ നല്ല ചേച്ചിനെ കിട്ടും. ഓ അയ്യോ ഈ ചിരിക്ക് ആര് കണ്ണാപ്പി പുലിയോ? നമുക്ക് നീ മറ്റേ നേരത്തെ രാവിലെ കണ്ട ഐശ്വര്യ റായ് അല്ലേ നീ? അത് വിട് എനിക്ക് ലോറായിട്ട് കുറച്ച് ഇതുണ്ട്. എന്താണ് സാത്താനായിട്ട് ബ്രേക്കപ്പ് ആക്കിയോണ്ട് എനിക്ക് ലോറായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ നമുക്ക് പോയി അമ്മേന്ന് വിളിച്ചാലാ? അപ്പൊ കല്യാണം മുടങ്ങൂലേ? കല്യാണം നൈസായിട്ടൊന്ന് മുടക്കണം. അത് പറ്റില്ല. സാധാരണ പ്രശ്നത്തിൽ ഞാൻ മുടക്കൂല. എല്ലാം മുടക്കാനാണ് മുടക്കത്തില്ല. എന്താ കണ്ണാപ്പി ആ എന്താ ബാ. കൽകി ഡ്രാഗണെ എല്ലാരും വന്നേ, ഇന്ന് വന്നേ. നീ ജില്ല സിനിമ കണ്ടിട്ടില്ല? ജില്ല സിനിമ. അതിന്റെ അകത്ത് വിജയ് തങ്കച്ചിയുടെ കല്യാണത്തിന് സൈഡിൽ വന്നിരിക്കുമ്പോഴേ മറ്റവൻ പറയത്തില്ലേ, മറ്റേ സമൂഹ സദ്യക്ക് പോയി വിജയ് സദ്യ കഴിക്കുമ്പോ ഒരു സീനില്ലേ, ആ ബീജം ഒക്കെ വന്നിട്ട് അതുപോലെ നീ അവരോട് ഈ കല്യാണത്തിൽ മുൻകൈ എടുത്ത് നിർത്തേണ്ട അവനായിരുന്നു. അവൻതോ കണ്ടോ സാധാരണക്കാരെ പോലെ സൈഡിൽ പോയിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്തോട്ട് ഒരു മറ്റേ ബീജിയം ബീജിയം ആയിട്ട് ജില്ല സൈഡ്. നീ ജില്ല സിനിമ കണ്ടിട്ടില്ലേ? ജില്ല സിനിമ കണ്ടിട്ടില്ല? ജില്ല സിനിമ കണ്ടിട്ടുണ്ട്. ഇത് ഈ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എടാ അത് ഏതായിരുന്നു? ആദർശ് ഇൻസ്റ്റാൾമെന്റ്. ഇതെന്താടാ ആർമറല്ല മറ്റേ എഴുത്ത് ഒന്നും കൂടി കൈ പിടിച്ചു കൊടുക്ക. കണ്ണാപ്പി കൈ പിടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഒന്ന് ഡ്രോപ്പ് ചെയ്യേ. ഒന്ന് കല്യാണം തുടങ്ങുന്നതിന് ബോബയും കൂടെ പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യണം. കിട്ടിയില്ലേ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. ഈ പാഴ്മണ്ണ് പൊന്നാക്കിയതേ. അല്ലടാ ഞാൻ അന്വേഷിച്ചപ്പോഴേ കണ്ണാപ്പിയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ കൊച്ച്? സാറെന്നുള്ള റെസ്പെക്ട് പോലും തരുന്നില്ലേ? കണ്ണാപ്പി അങ്ങനാണ് ഇവിടെ നാട്ടുമൊത്തം പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പരന്ന് സംഭവം അങ്ങനാണ്. നിങ്ങളുടെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു പുള്ളിയില്ലേ? പുള്ളിയുണ്ട് സിറ്റിയില്? പുള്ളിയില്ല. പുള്ളിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഞാനിങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട്. കൊറേ കാലമായി. പുള്ളി പക്ഷെ കാണുന്നില്ല. കണ്ണാപ്പി ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ദാരം ആരുടെ സൈഡാണോ? പെങ്കുച്ചിന്റെ സൈഡാണോ കണ്ണാപ്പിന്റെ സൈഡാണോ? ഞാൻ എപ്പോഴും സൈഡാ സാറേ. അത്ര ഡ്രോപ്പ് ആക്കിയതാ. എന്തെറ്റി സന്തോഷില്ലല്ലോ മുഖത്ത്? നിനക്ക് ദർശനില്ലേ? കുട്ടി അവന് കല്യാണം അവനിപ്പം സാധാരണക്കാര് മുതുക്കിൽ നിന്ന് കണ്ട അണ്ണാമണികള് പറഞ്ഞു കേട്ടിട്ട് വരേണ്ട അവസ്ഥയല്ലേ? അല്ല ഞാനവനെ സ്പെഷ്യലായിട്ട് വിളിച്ചല്ലോ. വിളിച്ചോ കണ്ണാപ്പി? ആ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം. ഒരാളെ മാനസികമായി തളർത്തിയതിന്റെ പേരിൽ നമുക്കൊരു കേസ് എടുക്കാൻ വേണമെങ്കിൽ. എന്ത് പാട്ടാണ് ഇതൊക്കെ സാർ? സാർ അതിന് ആർക്കും ഇവിടെ വിഷമം? മാനസികമായിട്ട് ആരാ തകർന്നേ? ഇത് കഴിയുമ്പോ കണ്ണാപ്പിയുടെ ദർശനയുടെ കല്യാണം ഉണ്ട്. കണ്ണാപ്പി ഞാനൊരു കാര്യം പറയാം. ഈ എന്നെ ഓർത്ത് വിഷമിക്കുന്ന കണ്ണാപ്പി? നിനക്ക് വിഷമുണ്ടാ? ഇല്ല കണ്ണാപ്പി എന്റെ കൂടെ വരണം. ചെക്കന്റെ പുറകെ നീയാ നിക്കണ്ടേ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവനെ ട്രീറ്റ് ചെയ്തത്. ഇവൻ ശരിക്കും വന്ന് മെയിൻ ആയിട്ട് നിൽക്കേണ്ട ആളായിരുന്നില്ലേ? നാലാളറിഞ്ഞാണോ ഞാൻ കല്യാണം അറിഞ്ഞത്?
അതെ. അല്ല വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണ് അല്ല അങ്ങനെയാണെ കണ്ണാപ്പിയോട് നേരത്തെ പറഞ്ഞ കണ്ണാപ്പി നല്ല കോട്ട് തൂക്കൊക്കെ ഇട്ട് തൂക്കറായിട്ട് വന്നത്. കണ്ണാപ്പി പറഞ്ഞോ ദർശൻ എന്നെ പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ ഇഷ്ടത്തിലായപ്പോ കണ്ണാപ്പി എന്നോട് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എന്നോട് പറയണ്ടായിരുന്നു അത്. അതെന്താ കണ്ണാപ്പി എന്നോട് പറയുന്നേ? പറ. കണ്ണാപ്പിയില്ലേ? നിനക്കറിയാവോ മുതുകിന്ന് രവിശങ്കരൻ പറഞ്ഞിട്ടാ ഞങ്ങളുടെ കല്യാണം കണ്ണാപ്പി ഞാൻ ചോദിച്ച ഉത്തരം പറ. നീ ദർശന ഇഷ്ടത്തിലായപ്പോ എന്നോട് പറഞ്ഞ നീയല്ലേ പറഞ്ഞ നിങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോഴും നിങ്ങൾ ബേബി ആയപ്പോഴും അവളില്ലാണ്ട് എന്റെ കൂടെ ഒന്നും ഇടത്ത് വരാൻ പോലും പറ്റാതിരുന്നപ്പോ നീ എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യില്ല. ആ പിന്നെ നീയല്ലേ പറഞ്ഞ അവളില്ലാണ്ട് വരാൻ പറ്റത്തില്ല. അന്ന് നീ പറയണ്ട. അല്ല കല്യാണമൊക്കെ എന്താണ് ഇവിടെ പാട്ടല്ലേ കേൾക്കണേ? പെറ്റ മകനോ നീ പെറ്റ മകനോ നീ. പാട്ട് കണ്ണാപ്പിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ പഠിക്കുക. ലോറ ചേച്ചി അവിടെ കല്യാണ ചെക്കൻ കൊണ്ട എന്ന് വിളിച്ചെന്റെ മൊണ്ണയാക്കില്ലേ. മുഹൂർത്ത സമയായി. പടത്തിന് വേണ്ടി കണ്ണാപ്പി വാ, അവന്റെ ചേട്ടന്റെ കൂടെ നീ പോയില്ലേ. നിൽക്കണ്ടേ കണ്ണാ? എന്നാ ചേട്ടാ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം. നമുക്ക് ആ കല്യാണത്തിന് കണ്ടിട്ട് വരാം. വാ, കണ്ണാപ്പി. അതെ അതെ അതെ. മോബി മറ്റേ ഇമോട്ടിട്ട് ഇട്ടിട്ട് ഹൈറ്റ് കൂട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റുന്നു. ഊമ പയ്യൻ ഉരിയാടാ പെണ്ണാണത്. നീ ഇവിടെ വാ, ഇവിടെ കിടന്നോ. ഈ പയ്യൻ ഊമയാന്ന്. ആടെ ചേട്ടാ ഭൂമിയാണ്. നീ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് പെയിന്റ് അടിക്കാനെന്ന് പറഞ്ഞ എന്റെ അടുത്ത് 250 രൂപ വെച്ചില്ലടാ. അല്ലല്ല ഇവൻ ഊമ ചേട്ടാ മിണ്ടൂല. കാരണം ഇവള് തന്തയ്ക്ക് വിളിക്കുമ്പോ കേട്ടിരിക്കാൻ എടുത്തേനെ. അതാണ് സംഭവം. കുഴപ്പമില്ല. ചേട്ടാ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നോ. കല്യാണ പെണ്ണെ നിന്നോ കല്യാണം കഴിക്കാം. സമയായി, മുഹൂർത്ത സമയം. അപ്പൊ ഞാനും ചെയ്യട്ടല്ലോ എനിക്ക് വന്നേ. ഇവിടെ ഒരു അണ്ടിപ്പരിപ്പ് അടക്കുന്നുണ്ടാവില്ല മോനെ. അതെന്റെ എന്റെ മോൻ നശിച്ചു. കണ്ണാ എനിക്കൊന്ന് സംസാരിക്കണം. ഫാമിലി ഫോട്ടോ എടുക്കണ്ടേ? എടുക്കാൻ വേണം. കണ്ണാ കൊച്ചു കണ്ണാ നീ എന്താ ഇപ്പൊ എന്നോട് മിണ്ടാത്തൊന്ന് വന്നേ. ഓ കക്കടു ഞാൻ ആലോചിച്ചപ്പോ ഇതൊന്നും ഓർമ്മയുണ്ടായില്ലല്ലോ കുട്ടി. കണ്ണാപ്പി എനിക്ക് ഇപ്പോഴും ഇവള് ഇഷ്ടമുണ്ടോ എനിക്ക്? പട്ടി പോയതാ കേട്ടാ കണ്ണ. കണ്ണാ കല്യാണം കഴിഞ്ഞാ പിന്നെ പോയതാ. കണ്ണാ ഇങ്ങോട്ട് വാ. നീ എന്തോന്ന് മിണ്ടാണ്ട് മാറിയിരിക്കുന്നേ. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ അല്ല എക്സ്പെക്ട് ചെയ്തത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. എല്ലാം ഭംഗിയല്ല. പക്ഷെ നീ കണ്ണാ ഒറ്റ മിനിറ്റ്. എന്താ കല്യാണം ഉറച്ചാ? എന്റെ പൊന്നു സാർ ഇവന് വിട്ടു തരാ. ഞങ്ങൾ ഇതൊന്ന് തീർത്തോട്ടെ. കൊറേ നേരമായി. ലോറയുടെ കല്യാണം ഡോമിന്റെ അകത്തോട്ട് വരാം. ഡോമിന്റെ അകത്ത് നമ്മുടെ അനിയന്മാരാണ് അല്ലേ മന്ദാരം? കണ്ണാപ്പി അളിയാ. അതെ ലോറ അളിയാ ഈ സമയത്ത് പറയാൻ പറ്റാന്ന് എനിക്ക് അറിഞ്ഞോളൂ അളിയാ. ഹലോ ഓടാ കൂട്ടണേ. അവളുടെ കല്യാണാണേ നീ കരഞ്ഞു വീഴിഞ്ഞത് നിക്കണ്ട. 2 മസ്റ്റ് ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിയ ബാക്കിയൊക്കെ നമുക്ക് വന്നോടത്ത് വെച്ച് നോക്കാം. എടാ അവന് പ്രശ്നമില്ലെന്ന് പറയുന്ന പോയി. അവള് കണ്ടിട്ടാ എന്തോ അവള് വിചാരിച്ചു ഞാനൊക്കെ എന്തോ വിഷമിച്ചൊക്കെ തകർന്നു പോകുന്നതാണ് അവളുടെ വിചാരം. അവള് തെക്കോട്ടാക്കി ഇവന് ശരിക്കും ഇഷ്ടമാണെ കല്യാണം കഴിഞ്ഞാ പിന്നെ അതങ്ങ് പോയി. കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. വില കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മള് വിട്ടിരുന്നു.
എനിക്ക് പൈസ വേണോ പൈസ വേണടാ. തറയിൽ കിടക്കുന്നു നിങ്ങളോട് ആരാ പറഞ്ഞേ? ചേട്ടന്മാർ രണ്ടാളും അപ്പുറം മാറി നിക്കോ. കല്യാണം കഴിച്ചു കൊടുത്തോട്ടെ. തൊപ്പിട്ട ചേട്ടാ. കണ്ണാ ഒരു റിയൽ നല്ല കുറവുണ്ടായിരുന്നു. പോലീസ് ശരി ശരി. അതിനൊക്കെ പോലീസ് ഉപകാരമില്ല. എന്റെ കണ്ണാ നീയല്ലേ പുതിയപ്പള പറയുമ്പോ ലോറേ. അയ്യോ കണ്ണന് ദർശനം ഇഷ്ടത്തില്ല അതറിഞ്ഞൂടാ. ഹലോ ഹലോ ദൈവമേ ആ ഈ ചെറുക്കനൊന്ന് സെറ്റാക്കി തരുമോ? കണ്ണാ കണ്ണാ എന്ത് നീ ഇങ്ങനെ മിണ്ടാണ്ട് മാറി കിടക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അതാ നടക്കട്ടെ ലോറ, നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ മാറിയിക്കാം. ഞാൻ എന്തിനാ അവിടെ? അങ്ങനെയാണോ അണ്ണാ നമ്മൾ ഇത്രയും നാട് നിന്നോണ്ടിരുന്നേ? ഇപ്പൊ ഉടനെ ഉടനെ ഉണ്ടാ. ചെറുക്കനാരാണ്? ഞാനങ്ങോട്ട് പോന്നെ. ചെറുക്കൻ അത് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എവിടെ അവിടെ ദേ നിൽക്കുന്നു. ഇത് ആളെ കാണിച്ചു തന്നു കാണിച്ചു അവിടെ പയ്യൻ മിണ്ടത്തില്ല കേട്ടോ, ഊമയാ. ഏതാ പയ്യൻ ആ കൈ കെട്ടിയിരിക്കണവനാണോ? അതന്നെ അതന്നെ. എടാ ഇന്നലെ പെയിന്റ് അടിക്കാൻ അവനല്ലടാ വന്നത്. പിന്നെ നീ വേണ്ടട്ടാ അണ്ണാ. ഒരറസ്റ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല ലോറ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണനിന് മുന്നിൽ നിന്ന് അർത്ഥം വന്നില്ലല്ലോ. നീ ദർശനം വേണമായിരുന്നു. എന്റെ ഏട്ടത്തിയമ്മയല്ലേ ദർശന? ഇല്ല ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കാടി, ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുക. കെട്ടിക്ക. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കണ്ണന്റെ അടുത്തുണ്ടാവണം. കൈ പിടിച്ചു വിടണം, കൈ പിടിച്ചു വിടണം. അതെ കണ്ണനാണ് എനിക്ക് കൈ പിടിച്ചു തരണ്ടേ. വാ സമയായില്ലേ? വാ അവളും കൂടി വരട്ടെ ചോദിക്കട്ടെ. അവളും കൂടി വരട്ടെ ചോദിക്കാം. നിക്ക് സമ്മതമാണോ ഇല്ലേ ദൈവത്തിന്റെ പുത്രന്റെ നേരത്ത്? പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ടുപോകും. ഇവൻ ഊമയാടാ പൊട്ട. ഇവൻ സംസാരിക്കൂല. ഞാനാ സംസാരിക്കണ്ട അവന്റെ പകരോ. ചെറുക്കനൊന്ന് വരും, ചെറുക്കനൊന്ന് വരും, ഒരു കാര്യം സംസാരിക്കാൻ. ചെറുക്കൻ ഊമയാ, ചെറുക്കൻ ഊമയാ, ചെറുക്കൻ ഊമയാ. കണ്ണാപ്പി ആയിരിക്കും. ചെറുക്കനൊന്ന് വരുമോ? ചെറുക്കൻ ഊമയാ ചേട്ടാ. ഊമ ഊമ ഊമ. എന്താണിത് പോലീസൊക്കെ ആയിട്ട് ഇത് എന്ത് കണ്ണ് ചുമന്നിരിക്കണോ? ആരുടെ? ചെറുക്കന്റെ? അത് ഞാൻ പറഞ്ഞായിരുന്നു. ഉറക്കം കളയല്ലേ. അവള് താലി താലി എടുക്കുന്ന സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അവനെ വാക്കിനെ കുത്താൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്ന് നിന്നേ. ഹലോ ഹലോ അവള് താലി നീ അല്ലേ കെട്ടുന്ന അവളെ? അല്ല. അപ്പൊ നീ എന്താ അവളെ കെട്ടാത്ത? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? കണ്ണാപ്പി ഞാൻ അവനെ റാഞ്ചിട്ട് ഒരു പോക്കങ്ങ് പോകും. ബാക്കിയൊക്കെ നിന്റെ കയ്യിലിരിക്കുവേ. നീ വണ്ടി എടുത്ത് കയറി വിട്ടോ. ബോബോയ് ഹായ്. ഞാൻ അവനൊരു കുത്തിയിട്ട് ഞാനൊരു പോക്കങ്ങ് പോവേ. നിനക്ക് അവളെ ഇഷ്ടാണെങ്കിലേ ഏത് സ്റ്റേഷനിൽ കയറിയിട്ടാണേലും എന്താ ഇഷ്ടല്ലേ? അപ്പൊ ഞാൻ ഏത് സ്റ്റേഷനിൽ കയറിയിട്ടാണേലും നിനക്ക് ഞാൻ അവളെ നേടിത്തരൂടാ. ചെറുക്കം മാറി മേരി, അതൊന്നും അല്ല ചെറുക്ക, അത് അവരാതി. അതല്ല പയ്യൻ ചെറുക്കനതൊന്നും അല്ല. അത് മറ്റേ കല്യാണം കൂടാൻ വന്ന പയ്യനാ. അവൻ ചത്തുപോയില്ല. ചെറുക്കനെന്തിയപ്പോ ചെറുക്കനെന്തിന്ന് ഇത് ചോദിക്കാനും പറയാണ്ട് വന്നിട്ട് ചെയ്തതാണ് ചേട്ടാ. ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ശരിയല്ല ചേട്ടാ. പാവല്ലേ അവൻ. കൊല്ലാൻ പറ്റില്ല ചേട്ടാ. അവനാ തോന്നുന്നു കേട്ടാ. ചെക്കൻ മന്ദര ചെക്കൻ ഇതാണോടാ? ഇതാണോടാ മന്ദര ചെക്കൻ? ഈ ചത്ത കിടക്കുന്ന കല്യാണ ചെക്കൻ ആണോ? ഒരു കൺഗ്രാറ്റ്സ് പറയണേന്ന് പറഞ്ഞിട്ട് പനാപ്രോ. ഞാൻ കണ്ടില്ല, ചാറ്റ് കണ്ടില്ലേ? ചാറ്റ് വായിച്ചില്ല. മെച്ച വരുന്നോണ്ട് ഞാൻ ചാറ്റ് ഒന്ന് ഇതാക്കി വെച്ചായിരുന്നു. ഞാൻ വായിച്ചില്ല കേട്ടാ. താങ്ക് യു സോ മച്ച് പറഞ്ഞേ. 7.29 റമീസേ ബ്രോ, താങ്ക് യു സോ മച്ച് പറഞ്ഞേ. ഇത് റമീസ്, നമ്മുടെ റമീസ് അല്ലേ? റമീസേ കുട്ടാ, താങ്ക് യു സോ മച്ച് പറഞ്ഞേ. 222 രൂപ സൂപ്പർ ചാറ്റ്. നീ എസ്കേപ്പ് ആയ ബാബായി കൊണ്ടു.
കണ്ണ 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 നിങ്ങൾ കടലിലാണോ? പാട്ടിന്റെ പേര് കണ്ണാപ്പി കേരളം എടാ കല്യാണത്തൊക്കെ എന്തിനാടാ കൊന്നത്? ഒന്നും കണ്ടൂടാ. അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ കണ്ണാ നിനക്ക് വിഷമമുണ്ട്. ചേടാ ഇതിപ്പോ കല്യാണം കൂടി അങ്ങ് നമ്മള് പോവായിരുന്നു വേണ്ടത് മാസത്തില്. എന്താടി കണ്ണാ കേക്കുന്നുണ്ടാ? നീ എന്താ വിചാരിച്ചേ? ബസ്സിന് കല്ലെറിഞ്ഞും ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കുറെ ആമ്പിള്ളാരുണ്ട്. ഇവന്മാർക്കൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മന്ദാരം ബ്രേക്കപ്പ് ആയപ്പോഴും പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾ എന്താ കുടുംബസ്വത്തായിട്ട് എഴുതി വെച്ചേക്കുന്നതാണോ? ഓരോരുത്തർ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയാൻ വേണ്ടി നിങ്ങളുടെ കുടുംബസ്വത്തിന് എഴുതി തന്നേക്കുന്നതാണോ? ഇതിപ്പോ ഈ ചെറുക്കൻ ഈ ആവതില്ലാത്ത ചെറുക്കനെ പിടിച്ചോണ്ടോ കെട്ടാൻ വന്നേക്കുന്നേ? ഞങ്ങളെന്ന് അങ്ങോട്ട് പോട്ടെ. പോയിട്ടോ എല്ലാം കഴിഞ്ഞു. ഞാനൊരു കാര്യം കണ്ണൂടെ വെച്ചോട്ടെ, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഈ കിടക്കുന്ന അവന്റെ താലിയാണല്ലേ? താലിയാണ് കഴിച്ചാ കിടക്കുന്നേ? അല്ല, ഇത് ഡയമണ്ട് നെക്ലസ് ഞാൻ മേടിച്ചതാ. എന്താടാ നീ പറഞ്ഞേ? പെങ്ങളെ കല്യാണം ബിരിയാണി ഒന്നുമില്ല ബ്രോ, കല്യാണം മുടങ്ങി, ചെക്കൻ മരിച്ചെടുക്കുന്നുണ്ട് കൂടി. തോമസ് ട്യൂട്സൺ അവരാതി. അവൻ എന്താണോ ഞാൻ പിച്ചക്കാരനോ? 100 രൂപ അയച്ചു തരാൻ. ഹലോ, ഹിസ്റ്ററി. നീ എങ്ങോട്ട് ഓടുന്ന കണ്ണാ? സംസാരിക്കുന്നുണ്ട് ഇവിടെ. ഒന്നാം പ്രതി സന്തോഷായില്ലേ? നീ ഒന്നാം പ്രതി, ഞാൻ രണ്ടാം പ്രതി. ചോക്ലേറ്റ് മൂവിലെ ക്ലൈമാക്സ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെക്കനെ ഞാൻ കൊന്നു 5 കഷ്ണാക്കി കടലിൽ തിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ ചെക്കനെ കിട്ടിയ നിനക്കെന്താ? നീ കെട്ട്, നീ ആരെയോ കെട്ട്. നമുക്ക് 2 കാര്യം പറയണ്ട, അത് കേട്ടിട്ട് നീ പോക്കോ. കേക്കത്തില്ല. ഞാൻ കണ്ണനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ? സംസാരിച്ചോ. കണ്ണാ, നീ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നീ എന്തിനാ ഒരുപാടൊക്കെ സംസാരിച്ചേ? മാറിയതോ വിഷമിച്ചതോ? എനിക്കെന്ത് വിഷമം? നീ കല്യാണം കഴിച്ചാൽ നിനക്കൊള്ളാം, മനസ്സിലായി? നീ കല്യാണം കഴിച്ചാൽ നിനക്കൊള്ളാം. പാട്ടം കയറത്ത ഞാൻ ഇട്ടുതരാം ഒരു പാട്ട്. ഇതിന്റെ ഡയലോഗ് പാട്ടുമായിട്ട് മാച്ച് ആവുന്നില്ല. ഇല്ലല്ലേ? അപ്പൊ പറഞ്ഞോ കുട്ടി സ്റ്റാർട്ട് ചെയ്തു. കുട്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് മാസാവാം. സമ്മതിക്കൂല. പോരട്ടെ ഒന്ന് തന്നെ കണ്ണനോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണ്ട. പയ്യൻ എന്തിനാ കുത്തിക്കൊന്നേ? ഇതെന്ത്? ഞാൻ കണ്ണൻ എന്ന് പറയുമ്പോ 2 പേര് വരുമോ? ഞാൻ പാട്ടിടാൻ എടാ മന്ദാര, ഒരു മിനിറ്റ് എടാ മന്ദാര, ഇപ്പൊ ഒരു പാട്ടിടാത്തൊരു സീനൊന്നുണ്ടാക്കി. പറഞ്ഞു കണ്ണാ, നീ എന്റെ കല്യാണം തുടങ്ങി. ഓ എടി, നീ എന്താ വിചാരിച്ചേ? എടി ആര് കൊളവാക്കി? ബോബോയ് അറിയാതെ അവരെന്ന് കുത്തി. അവനിപ്പോ കെട്ട് പോയി കെട്ടടി. നീ എന്ത് വിചാരിച്ചേ? എനിക്കെന്താ ചെറുക്കൻ നീ നിക്ക് പോവല്ലേ? പാട്ട് ഡയലോഗ് കംപ്ലീറ്റ് ആയില്ല. നമ്മള് പോയില്ലേ രൂപേ? പാട്ടത് പോസി ബാക്കി നമുക്ക് അടച്ചത് പറയാം. ഹലോ, അതെ. ഒന്ന് പിടി ഹാജരാവണം ഇപ്പൊ തന്നെ. നമ്മളിപ്പോ ഇവിടെ ഒരു കാര്യം സംസാരിക്കുമല്ലേ? ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ കാര്യം പറയാം. അവളെ പീടി കൊണ്ടുണ്ടോ? അങ്ങനെ അവളെ അങ്ങ് കൊണ്ടാൻ പറ്റുമെങ്കിൽ സാറങ്ങ് കൊണ്ടോ. നമ്മളൊന്ന് കാണട്ടെ. ഞാൻ ഇവനോട് അങ്ങനെ അങ്ങ് കൊണ്ടാൻ പറ്റുമെങ്കിൽ സാറൊന്ന് കൊണ്ടോ. സാർ അവളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ സാർ കൊണ്ടുവയ്ക്കോ. സാറേ, ഒന്നാം പ്രതി നീ, രണ്ടാം പ്രതി ഞാന്, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല. നീ പള്ളി വെച്ചനാ? നീ ഒരു കാര്യം പറയാം. കപ്പ് നോക്കാം. 5 കോടി അങ്ങോട്ട് തന്നത് ഓർമ്മയില്ല ചേട്ടാ, മറന്നുപോയാ? അങ്ങോട്ട് 5 കോടി തന്നത് ഓർമ്മയില്ലല്ലേ? കൊണ്ട് കാണിക്ക്. എന്തിനാ കൊണ്ടുപോണെന്ന് നമുക്ക് അറിയണല്ലോ. ഇവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ.
നീയാണല്ലോ ഹാജരാവണമെങ്കിൽ അവൾക്ക് ടൈം കിട്ടുമ്പോ അവള് വന്ന് ഹാജരായിക്കോളും. അത് വിട് സാറേ. സാറേ അത് വിട്. ഹാജരാവണമെങ്കിൽ അവള് വന്ന് ഹാജരായിക്കോളും. അതിന് ഇപ്പൊ തന്നെ ഹാജരാവണം, ഈ നിമിഷം ഹാജരാവണം. സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ മേലുള്ള കുറ്റം എന്താണെന്ന് പറയൂ. കല്യാണ ചെക്കനെ കുത്തിക്കൊന്നു ഇവിടെ വെച്ചിട്ട്, അതാണ് കുറ്റം. ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ്. അയ്യോ എനിക്കറിയില്ല സാർ. അപ്പൊ കേസ് നമ്മള് പേരിലേ കല്യാണം ചെറുപ്പം കുത്തിക്കൊന്നല്ലേ മറ്റേ കുത്തിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത്. സാറേ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, പറഞ്ഞോ. ഇതൊക്കെ പ്രാങ്ക് ആയിരുന്നു. അവന് എനിക്ക് ചങ്ങനാശ്ശേരി കാരൻ മത്തായിച്ചിന്റെ മോൾ ചന്ദ്രികയാ. പറ അല്ലെ ഞാൻ പറയട്ടെ. ഇച്ചിരി മാസടിച്ച് നിക്ക്. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ നമ്മുടെ വില കളയിൽ ഇച്ചിരി മസ്തടിച്ച് നിക്ക്. അവള് പോകും. ഞാൻ മറ്റേ ഡയലോഗ് അടിച്ചാണ് ഇവിടെ എടുത്തോണ്ട് പോയാ. മറ്റേ ചോക്ലേറ്റിലെ അവസാനത്തെ ഡയലോഗ് പറഞ്ഞ് ഞാൻ അവളെ എടുത്തോണ്ട് പോട്ടെ. ചങ്ങനാശ്ശേരിക്കാരൻ ചന്ദ്രിക പറ്റുന്നത് മന്ദാര. ബാക്കി ഡയലോഗ് പുറത്താണ്. കാനന ചായയിൽ ആട് വെക്കാൻ നിന്നെ എന്നായിരുന്നു ഞാൻ പറഞ്ഞതിന്റെ കൂടെ. ചെന്നെടുക്ക്. അപ്പൊ അവള് തുപ്പി എറിയും. കല്യാണം കഴിഞ്ഞോ? ബീവി പാത്തിനും കൂടി പോകാണ്ടായിരുന്നല്ലോ. ഇഷ്ടമല്ലേ പാടിട്ടോ എടാ. അപ്പൊ ഉള്ള ബീജി ഏതാണ്? എടാ അത് മറ്റേ ചെസ്സിലെ ഒരു ചോക്ലേറ്റിലെ ഒരു പാട്ടാണ്. കല്യാണാണോ? ഇത് ചങ്ങനാശ്ശേരിക്കാരാണ്. അതിനുള്ളതൊന്നും ആയിട്ടില്ല സാറേ. ഒന്ന് പൊക്ക് സാറേ. എടാ ഇനി വന്നേ പോയി പോവല്ലേ മന്ദാരം. ഈ എല്ലാരും ഡിഫറെന്റ് എന്ന് പറയല്ലോ. എവരിത്തിങ് ഈസ് ക്രിഞ്ച് അണ്ടിൽ ഇറ്റ്സ് യുവർ ടേൺ. നാളെ ബോബോ ഇങ്ങനെ സെറ്റ് ആക്കാൻ നേരം ഞാൻ മാസം അടിക്കാൻ പറ അവൻ അടിക്കോളിയാ. നീ അടിക്കുമോ മന്ദാരം? ഇല്ല അളിയാ, ഞാൻ ഒരു പെണ്ണിനെ സെറ്റാക്കാൻ നോക്കുമ്പോ അത് മാസടിക്ക് പറഞ്ഞു. അവള് പോകുന്നു. അവള് നീ ഇറങ്ങി ഓടി. നീല എവിടെയാടാ? നീല നീല പറ എവിടെയാ? എടാ കല്യാണ പെണ്ണ് ചാടിച്ചെത്തടാ. എന്താ മന്ദരം പറ. ഇവിടുത്തെ കല്യാണ പെണ്ണ് ചാടിച്ചെത്തു വെള്ളത്തി. അവളൊക്കെ ചാവട്ടെ, നോക്കണ്ടേ? അളിയ മന്ദാരം നിന്നെ ഡേസി കോൾ അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. വലിയ കാര്യായി. ഒന്ന് തിരിച്ചു വിളിക്കോ? എന്തോ തോന്നുന്നു. എന്താ മെസ്സേജ് അയക്കാൻ പറഞ്ഞായി? അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല എന്തോ ഒരു കാര്യം ചോദിക്കാനാണ്. അത്യാവശ്യമാണ്. കുട്ടി അങ്ങനെ ബിരിയാണി തരാണ്ട് ബിരിയാണി രക്ഷപ്പെടാൻ വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ ബിരിയാണി. കല്യാണ പെണ്ണായി നീ എന്തിനാണ് താഴെ പോകുന്നേ? നീ എന്തിനാടാ താഴെ പോകുന്നേ? എന്താ ലോറെ കാണിക്കുന്നേ? കല്യാണം നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് വേണ്ടേ? അങ്ങടുത്തങ്ങ് ചാടിയ മതിയോ? എന്ത് പറ്റിയതാണ്? ദർശനം ഇല്ലെന്നോ? ദർശനം പോലാണോ നീ? ഏനോറാ നീ ഒരു നിമിഷം എന്നെ കുറിച്ച് ചിരിച്ചോ? നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോ നീ? എന്താടാ ചന്ദനമായ സീരിയലിന്റെ 2ാം വെർഷൻ ഇറങ്ങിയടാ. എനിക്ക് കാമുകയും പഴമൊന്നുമില്ല. നീ ചാടിച്ചത്തല്ല എങ്ങനാ? ഞാൻ തിരിച്ചു ലൗഡ് സ്പീക്കർ ടൂബിക്കായിരുന്നല്ലോ. നീ ലാസ്റ്റ് തിരിച്ചത് ഞാൻ കേട്ടു. എന്താണിത്? മണ്ടയ്ക്ക് ലോറ കല്യാണത്തിന് വിളിച്ചില്ല കേട്ടാ, മോശമായി പോയി. ഇവിടെ മറ്റേ പെണ്ണിനെ കിട്ടിയാടാ. അവളെ വെള്ളത്തിൽ നിന്ന് മുക്കിയെടുത്തടാ. അവളെ കിട്ടിയടാ.
ആർക്കെങ്കിലും വേണ്ടി ചാടിച്ചെത്ത ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നൊക്കെ ചോദിക്കണ്ട ഇവിടെ ഇരുന്ന്. എന്നാ ഇവനെ പോലെ മെസ്സ് അടിക്കാം. ഈ പാത്തൂരിനടുത്ത് ഈ മെസ്സൊക്കെ കാണണം പോയി. ബാത്തുവിന് അന്നും ഇന്നും ഞാൻ മെസ്സ് അടിച്ച് തന്നെയാ നിക്കുന്നെ. അല്ലാണ്ട് എന്നിട്ടില്ല. ഉപപോയി വിണ്ടിയോളാ, അവൻ വിണ്ടിയോളാ ചെക്കൻ. ഇവർ ഇത്ര വലിയ മാപ്പ് വെച്ചപ്പോ ഒരു ഏടി വെച്ചൂടെ സൈഡിൽ വല്ലോ? ഒരു ഏടി വെക്കായിരുന്നു ഇവർക്ക്. എടി ലോറെ, നീ ചാടി ചത്ത് കഴിഞ്ഞാ എവിടെയെങ്കിലും ഇടി എന്റെ കണ്ണാപ്പി ആ EMS ഒന്ന് വലിച്ചെടുത്തോളൂ. കൂടുതൽ മാസം എനിക്ക് പൊക്കാൻ പോലും പറ്റൂല അവളെ. എടാ കണ്ണാപ്പി, ഇത് ഈ ഊമ പയ്യൻ മിണ്ടു തളിയാ. എടാ നീ അവളെ ഒന്ന് തറയിട EMS പൊക്കിക്കോളൂ. ഇല്ല, ഡ്രാഗ് ചെയ്യാൻ പറ്റൂലെന്ന്. കണ്ണാപ്പി അവരാതി പറ. ഈ ഊമ പയ്യൻ മിണ്ടുന്ന ഇവിടെ ഇരുന്ന് ഊമ പയ്യൻ മിണ്ടുന്നു. ഇത് എന്നെ മറ്റേ മുതുക്കിന്ന് വിളിച്ചോണ്ടാന്ന്. കണ്ണാപ്പി നീ അവളെ ഒന്ന് അവിടെ ഇട EMS വലിച്ചോളൂടാ. ഇതെങ്ങനെ വലിക്കും? അതെ, ഇവിടെ ഇതുവഴി കയറാൻ പറ്റും, ഇതുവഴി കയറാൻ പറ്റും. എടാ മന്ദാരം തേടാ, ഇവിടെ വന്നൊന്ന് ക്യാരി അടിക്കണോ എന്നെ പോയെ? അതെ, EMS ബോഡി കയ്യിലുണ്ട്, ബോഡി കയ്യിലുണ്ട്. EMS നീ ഒന്ന് വന്നേ, കരയിട്ട് വാവാ. അവന് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നത്. എന്നെ കൊന്നത് എന്റെ ഫ്രണ്ടാണ്. ചുട്ടു ചുറ്റും വേടിക്കൂടാതെ, ചുറ്റും വേടിക്കൂടാതെ എന്നൂലകം എന്നെ ചുട്ടതേ. നീ എന്താ എന്നെ വിളിക്കാത്ത? ഈ പയ്യനെ കൊന്നിട്ട് ഏതോ പെണ്ണിനെ പിടിച്ചോണ്ട് പോയി. ഇനി അതിനെ ജാമത്തിൽ ഇറക്കാൻ ഞാൻ പോണം. എന്താ പറഞ്ഞത് ഈ പയ്യനെ? ആ പയ്യനെ കൊന്നിട്ട് വേറെ ഏതൊരു പെണ്ണിനെ പിടിച്ചോണ്ട് പോയി. ഇനി ഞാൻ അതിന് ജാമത്തിൽ ഇറക്കാൻ പോവാ. എന്തൊക്കെയാ ലോറ നീ ചെയ്തു വെച്ചത്? ആ വാടകയ്ക്ക് എടുത്ത നിന്റെ ഊമപ്പയ്യനില്ല, അവൻ മിണ്ടി അറ്റ്ലാസ്. അത് കഴിഞ്ഞ് ഇപ്പൊ ആ പയ്യനെ കൊന്നെന്ന് പറഞ്ഞ അവിടെ ഇന്ന് കല്യാണത്തിൽ വിളിച്ച് ഏതോ പെണ്ണിനെ അറസ്റ്റ് ചെയ്തോണ്ടുപോയി. ശവത്തിനോടൊക്കെ കഥ പറയുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഓ, ഇവിടെ SRK ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നില്ല, അതുപോലെ ഞാനും. I found a woman. എടാ കണ്ണാപ്പി, നിനക്ക് വേണ്ടി വെള്ളത്തിൽ ചാടി എന്നെ പറഞ്ഞാ മതിയടാ. അവളെ എടുത്തോണ്ട് അവളോട് കഥയും പറഞ്ഞു പോണ പുണ്ടച്ചി പോയി. എടാ വാടാ പോയി, നീ എന്റെ കൂടെ ഇല്ലടാ. ഓടാ കൂതി. നീ അണ്ടർഗ്രൗണ്ട് പോയാലോ ലോറ? കറക്റ്റ് പൊളവനൊക്കെ നീങ്ങുന്ന കണക്കല്ലേ? അവള് ഇവിടെ കണ്ണാപ്പി കല്യാണം എന്തായി? അതെ, അവളിവിടെ എത്തിയപ്പോ കത്തിപ്പാടാ. അവളെ കാണുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് എടാ എന്നെ കണ്ടില്ല അവനെ. ആ പൊങ്ങിയപ്പോ അവളെ മാത്രമേ കണ്ടുള്ളൂ. ഞാനിവിടെ കേറിയത് പോലും കണ്ടില്ല. അവളെ കണ്ടില്ല എന്ന് പറഞ്ഞ് വെള്ളത്തിൽ എടുത്ത് അവിടെ പൊക്കിന്ന് തോന്നുന്നു. അവിടെ ഡോക്ടർമാര് കേൾക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പോയാടാ, പോയ കേറാ, പോയ കേറ്. മൊബൈൽ വരുന്നില്ല. കേറ്. പോയിട്ട് വേടാ അവളെ ഇതെന്താണ് ഇതൊരു കല്യാണം നിങ്ങളിത് നടത്തിയത്? ഞാനിതല്ലേ ഏറ്റെടുക്കേണ്ടത്? ആ പയ്യൻ വന്ന് മിണ്ടുന്ന്, അതറിയാ, പയ്യൻ വന്ന് മിണ്ടുന്ന് പെണ്ണിനെ ഏതോ വേറെ പെണ്ണിന് ജാമത്തിൽ. അല്ലല്ല അവളെ കെട്ടാൻ പോയ കൈ പൊക്കി ടേക്ക് ഓഫ് സ്റ്റേജ്.
ആ കൊണ്ടുപോയി തിന്നെ ഇരി അവിടെ ഇരി. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരാം. നീ അവനെ വെച്ചോ.